ശ്രീലങ്കയിലെ നെഗാംബോ ജയിലിലുണ്ടായ കലാപത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റു. സ്ഥലപരിമിതി മൂലം വൻ പ്രതിസന്ധിയാണ് ജയിലിൽ ഉണ്ടായത്. ഉൾക്കൊള്ളാവുന്നതിലപ്പുറം പ്രതികളാണ് ജയിലിൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വിഷയം വഴിമാറുന്നത്. കൊല്ലപ്പെട്ടവരിൽ ജയിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മൈസൺ ജോസിയറുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും കൂടുതൽ ആശങ്കാജനകമാണോ എന്താ അവസ്ഥ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ചാണ് 25 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 25 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2400-ലേറെ പേരുള്ള ഒരു ജയിലാണിത്. ഈ ജയിലിൽ പരിമിതമായ സൗകര്യങ്ങളാണുള്ളതെന്ന ഒരു വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടവരാണ് ഈ ജയിലിൽ കഴിയുന്നതിൽ വലിയൊരു ഭാഗം പ്രതികളുമുള്ളത്, അല്ലെങ്കിൽ അതിലുള്ള ജയിലിലെ അന്തേവാസികളുള്ളത്. ഇവരെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അതായത് പല ആവശ്യങ്ങളും പല പ്രശ്നങ്ങളുടെയും പേരിൽ ഞായറാഴ്ചയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഏതാണ്ട് ഞായറാഴ്ച തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും 2 വിഭാഗങ്ങൾ, അതായത് ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 വിഭാഗങ്ങൾ, 2 സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലാണ് പടർന്നു പിടിക്കുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. തിങ്കളാഴ്ച അത് വലിയ ഒരു കലാപത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 25 പേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് പരിക്കേറ്റവരുടെ ഗുരുതരമായ പരിക്കേറ്റവരുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ജയിലിലെ കലാപം നിയന്ത്രിക്കുന്നതിന് പരിമിതമായ ചില സൗകര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2417 പേർ ജയിലിലുണ്ട് എന്നാണ് ഒരു ഔദ്യോഗിക കണക്കൊക്കെ പുറത്തു വരുന്നത്. അത്തരത്തിൽ 2400-ലേറെ പേർ ജയിലിലുള്ളൊരു സാഹചര്യത്തിൽ അവരെ നിയന്ത്രിക്കുന്നതിനോ പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അക്രമവാസന കൂടുതലുള്ള വളരെ ക്രിമിനൽ സ്വഭാവമുള്ള വിഭാഗങ്ങളെ താമസിപ്പിച്ചിരുന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ തമ്മിൽ തല്ലാനുള്ള സാധ്യത വളരെയധികം ഉണ്ടായിരുന്നു എന്നത് തിരിച്ചറിയുന്നതിൽ ജയിൽ അധികൃതർ വൈകി എന്നൊരു വീഴ്ചയും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നിലവിൽ നെഗംബോയിൽ നടന്ന ഈ ജയിൽ കലാപത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വിഷ്ണു. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.